ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മനും സുകന്യയും കൂടെ ചെറിയ ചെറിയ സംസാരങ്ങൾ ആവുന്നുണ്ട്. കാരണം ദേവിയെ വല്ലാതെ കളിയാക്കി സുകന്യ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആയി എന്നുള്ള രീതിയിലാണ് കളിയാക്കുന്നത്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ സുകന്യയും പ്രഗ്നൻ്റ് ആവാനുള്ളതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ദേവിക്ക് കൊടുക്കുന്ന അതേ കെയറിങ്ങൊക്കെ സുകന്യയ്ക്ക് ഞങ്ങൾ തരും എന്ന് പറയുമ്പോൾ സുകന്യയ്ക്ക് അത് ദേഷ്യം വരികയാണ്. കാരണം നക്കാപ്പിച്ച ശമ്പളത്തിനാണ് ഇപ്പോൾ ഗോമതി സ്റ്റോറിൽ എൻ്റെ ധർമ്മേടൻ ജോലി ചെയ്യുന്നത്. ഏതെങ്കിലും കാലത്ത് സ്വന്തമായിട്ട് നല്ല രീതിയിലുള്ള വരുമാനവും സ്വന്തം കാലിൽ നിൽക്കാനും പറ്റി എൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു കാലമാകുമ്പോൾ മാത്രമേ ഞാൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തുള്ളൂ. അല്ലാതെ ഒരു കുഞ്ഞിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. അതുമാത്രമല്ല, ഒരു കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ ഹോസ്പിറ്റൽ ചിലവ് എന്തോരാവും, അത് വളർന്ന് വലുതായി ഒരു സ്കൂളിലൊരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്തോരം പൈസയാവും. ഇത് വല്ലതും ധർമ്മേട്ടൻ്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അതിനുള്ള പ്രാപ്തി ഇപ്പം ഇല്ല. അതൊക്കെ ആവട്ടെ, അന്നേരം ആവാം. എങ്ങനെയായാലും ഒരു 7-8 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാം. അത് ധർമ്മന് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. പിന്നെ അതിനേക്കാളും വിഷമം ദേവി ഇങ്ങനെ പറഞ്ഞതാണ്. അകത്ത് ചെല്ലുമ്പോൾ ധർമ്മം നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, നല്ല സന്തോഷത്തോടു കൂടിയല്ലേ ദേവി അവിടെ ഇരുന്ന്, അങ്ങനെ വേണ്ടേ നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഉടനെ അവിടുത്തെ കുറവുകളെക്കുറിച്ച് മാത്രം സുകന്യ ഇങ്ങനെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ AC ഇല്ല, കട്ടിലാണെങ്കിൽ 2 പേര് കിടന്നാൽ ഒടിഞ്ഞ് താഴെ പോവും, മേൽക്കൂരയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാം, ഇല്ലാത്ത എല്ലാ കുറ്റങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ധർമ്മേട്ടനാണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഇത്രയെങ്കിലുമൊക്കെ പറയണ്ടേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാറായോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ടോ? ഗോമതി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചല്ലേ കയ്യിലുള്ളത്? ഇതുകൊണ്ട് എന്നെ എൻ്റെ കുടുംബമൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വഴക്കും പറഞ്ഞിട്ട് പറയാം. വല്ലപ്പോഴും ചൂടത്തുനിന്ന് വെളിയിൽ നിന്ന് ചൂടും അടിച്ച് അകത്തേക്ക് കയറി വരുമ്പോൾ ഒന്ന് തണുക്കണമെങ്കിൽ ഒരു AC പോലും ഇല്ലാത്ത വീടായത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അല്പമൊക്കെ AC കൊള്ളാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് പോവും. സൗകര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ പോയിരിക്കും എന്ന് പറയാം. അങ്ങനെ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവാണ് സുകന്യ. അവിടെ ചെന്ന് ഇതേ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇവിടെ ഒരു സൗകര്യങ്ങളില്ലെന്നും ഇത് ദേവമംഗലമല്ല, ബാലഭവനമാണ്, ബാലേട്ടന് കളിക്കാനും നടക്കാനും ഇരിക്കാനും ജീവിക്കാനുള്ള സ്ഥലമാണ് എന്നൊക്കെ അങ്ങ് കുറ്റപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവിടെയുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരല്ലേ മോളെ? എന്ത് സ്നേഹം? സ്നേഹത്തിൻ്റെ കണക്കൊന്നും കൂടുതൽ പറയാതിരിക്കുക നല്ലത്. ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടു അവിടെ ഒരാളെ സ്നേഹത്തോടെ തലപ്പൊക്കി വെക്കുന്നത്. ആരെയാ? ദേവി ഗർഭിണിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടോ ഒരിത്? ഓ, ലോകത്തില്ലാത്തതുപോലെ അവരിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും കുറ്റപ്പെടുത്തുക. എന്തായാലും രാജശ്രീക്ക് ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്തുള്ള കുറ്റങ്ങളും കേൾക്കാം, എല്ലാം കേൾക്കാം. രാജശ്രീ സുകന്യെ വിളിച്ച് ബെഡ്റൂമിലേക്ക് പോയിരുന്നു ഓരോന്നും അങ്ങനെ എരികേറ്റി കൊടുക്കുക കേട്ടോ. പക്ഷേ ധർമ്മൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ട് ഇതെല്ലാം കേൾക്കുക രാജശ്രീ സുകന്യോട് പറയുന്നതും സുകന്യ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം. അങ്ങനെ ധർമ്മൻ വഴക്ക് പറഞ്ഞിട്ട്, സുകന്യെ നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇതുപോലുള്ള സ്വഭാവങ്ങളൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞു നല്ല വഴക്കൊടുക്കുകയാണ്. ഈ ദേഷ്യത്തിൽ ഇതെല്ലാം ആ ദേഷ്യത്തിൽ നമ്മൾ സുകന്യ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രാജശ്രീയോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ധർമ്മൻ, ഇതൊന്നും ശരിയല്ല എന്നുള്ളത്. ഇതൊക്കെ കണ്ടും കൊണ്ടാണ് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ നോക്കി നിൽക്കാണ്ട് അവിടെ എന്താ സംസാരിക്കണമെന്ന് ഇവർ 3 പേരും ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ദേഷ്യം പിടിച്ച് സുകന്യ ദേവമംഗലത്തേക്ക് വന്നിട്ട് സ്വന്തം ഡ്രസ്സും അതും ഇതും എല്ലാം ബാഗിലേക്ക് പാക്ക് ചെയ്യാം കേട്ടോ. പോവാം. എന്നിട്ട് പറയാം, ഞാൻ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഒരു വാക്ക് പോലും നമ്മുടെ ധർമ്മനും മിണ്ടാൻ പറ്റുന്നില്ല. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.